ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ചില നാളുകൾക്ക് ശേഷം നിങ്ങളോടൊരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാനായിട്ട് ദൈവം എനിക്ക് ഒരുക്കിയ വലിയൊരു അവസരത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാം കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ സന്തോഷം. നിങ്ങളെ പലപ്പോഴും ഓർക്കാറുണ്ട്. വീണ്ടും നിങ്ങളെ കാണുവാനായിട്ട് സാധിച്ചു പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച നിങ്ങളോടും പ്രിയ കുശങ്ങളോടുള്ളതായ നന്ദി ഞാൻ ഈ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. അധികം മുഖേറ കൂടാതെ തന്നെ ദൈവം എന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2026 2025 പ്രയാസമുള്ള വർഷമായിട്ടാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ന്യൂ ഇയർ, നമ്മുടെയൊക്കെ ആഗ്രഹം ഈ വർഷം ഒരു പ്രശ്നവും കൂടാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ നമ്മളായിരിക്കുന്നതായ ഈ ലോകം ഒരു തകർക്കപ്പെട്ട ബ്രോക്കണായിട്ടുള്ളതായ ഒരു സിസ്റ്റമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന, മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഓരോ വർഷം കഴിയും തോറും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വർദ്ധിച്ചു വരികയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഭക്തന് ഒരു ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us to understand. A saint of God has a promise. എന്തെല്ലാം സംഭവിച്ചാലും, ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിനെ വ്യത്യസ്തനാക്കുന്നത്. 2025 പോലെ ആയിരിക്കത്തില്ല 26 എന്നുള്ളതൊരു വാസ്തവമായി നിൽക്കുമ്പോൾ തന്നെ 2025 സഹായിച്ച ദൈവം തന്നെയാണ് 2026 നമ്മളോടൊപ്പം ഉള്ളത്. Our God never changes. He is same yesterday, today and tomorrow. അത് വളരെ കോൺഫിഡൻസോടുകൂടി പറയുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മധൈര്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2026 നിങ്ങൾ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും എന്നെനിക്കറിയില്ല. പക്ഷേ അതറിയാവുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഭാവി അറിയാത്തതാണ് നമ്മുടെ ബലം. നോട്ട് നോയിങ് ദ ഫ്യൂച്ചർ ഓഫ് അവർ സെൽഫ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രെങ്ത് ഓഫ് അസ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ഭാവിയിൽ അടുത്ത ആഴ്ച സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ഇന്ന് ഉറങ്ങുവാൻ സാധ്യമാകുകയില്ല. ഉണ്ടോ? ഇല്ല. നാളെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന നല്ലതാകട്ടെ ചീത്തയാകട്ടെ, രണ്ടും നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ നല്ലതാണെങ്കിൽ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഉറങ്ങത്തില്ല, വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പേടി കൊണ്ട് ഉറങ്ങത്തില്ല. രണ്ടുകൊണ്ട് നിങ്ങൾ ഉറങ്ങത്തില്ല. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ബാഡ് ഓർ ഗുഡ്, യു നീഡ് നോട്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ് ടുമോറോ. ദാറ്റ് ഈസ് എ സേഫ്റ്റി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതറിയാവുന്ന ഒരു ദൈവം നമ്മളോട് കൂടെ ഇരിക്കുകയും അത് നമ്മളോട് പറയാതെ നമ്മെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ദൈവപ്രവർത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബ്ലെസ്സഡ് ആർ ദോസ് ഹു ഡോണ്ട് നോ ദ ഫ്യൂച്ചർ ബട്ട് നോ ദ ഗോഡ് ഹു നോസ് ദ ഫ്യൂച്ചർ. ഹല്ലേലൂയ. ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ്. ബ്ലെസ്സഡ് ആർ ദോസ് ഹു ഡോണ്ട് നോ ദ ഫ്യൂച്ചർ ബട്ട് നോസ് ദ ഗോഡ് ഹു നോസ് ദ ഫ്യൂച്ചർ. ഹല്ലേലൂയ. അതാണ് ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളതായ ഘടകം എന്ന് പറയുന്നത്. ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ട്രസ്റ്റിംഗ് ഗോഡ് ഈസ് നോട്ട് നോയിങ് ദ ഫ്യൂച്ചർ ബട്ട് നോയിങ് ദ ഗോഡ് ഹു നോസ് ദ ഫ്യൂച്ചർ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, 2026 അടിസ്ഥാനപരമായ വാഗ്ദത്തം എന്താണ്? 2025 ദൈവം 2026 നമ്മളോട് കൂടെ ഇരിക്കും.
അതുപോലെ ഇനി എന്തെല്ലാം സംഭവിച്ചാലും, വാട്ട് എവർ ഹാപ്പൻസ്, അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. എന്നാൽ കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും, ദാവീദ് പറയുകയാണ്, ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള, സനാതനമായി നിൽക്കുന്ന ഒരു കാര്യം എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ഉറപ്പ് ആണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അപ്രകാരം ജീവിതം മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ ആഴമേറിയ കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ലളിതമായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചതായ ചില സന്ദേശം നിങ്ങൾക്ക് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുക. യോസേഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, യോസേഫിനെ അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് അനുഗ്രഹിക്കുകയാണ്. ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്ന ഒരു അധ്യായമുണ്ട്, അല്ലേ? നമുക്കറിയാം, ജനസിസ് ചാപ്റ്റർ 49. നിങ്ങൾ ആ അധ്യായത്തിലേക്കൊന്ന് വരണം. കുറച്ച് വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം, സമയത്തിൻ്റെ പരിമിതി മൂലം. നിങ്ങൾ എന്നോടൊപ്പം വരണം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ കാണുന്ന ബ്ലെസ്സിങ്സ്, യാക്കോബ് തൻ്റെ മക്കളെ 1 by 1 ആയിട്ട് അനുഗ്രഹിക്കുകയാണ്. ഹി ഈസ് ബ്ലെസ്സിങ് ദം 1 by 1, സ്റ്റാർട്ടിങ് ഫ്രം രൂബനിൽ നിന്ന് തുടങ്ങി ബെന്യാമീൻ വരെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യാക്കോബ് മരിക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ ഞാൻ അധ്യായം കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഒരേ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ വന്നപ്പോൾ മാത്രം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് യാക്കോബിന് ദൈവം കൊടുത്തത്. When it comes to Joseph, verse number 22, Jacob was led by the Holy Spirit to speak something very unique. I don't know how many of you noticed that. അതിനു മുമ്പുള്ളതായ ചില വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിക്കാം. സെബുലൂൻ സമുദ്രതീരത്ത് വസിക്കും, ഇസാക്കാർ അസ്ഥിബലമുള്ള കഴുത, ദാൻ ഏതൊരു ഇസ്രായേലി ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും, ദാൻ വഴിയിലൊരു പാമ്പ്, ഗാദോ കവർച്ചപ്പെട അവനെ ഞെരുക്കും. ഇങ്ങനെ പറഞ്ഞ് നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ. 22-ാം വാക്യത്തിലെത്തിയപ്പോൾ ശ്രദ്ധിക്കുക. When it reached verse number 22, when the turn of Joseph came, യാക്കോബ് പറയുകയാണ്, യാതൊരു മൃഗങ്ങളുടെ പേരും അവിടെ പറയുന്നില്ല, തൻ്റെ ശക്തിയെ ഉപമിക്കാകുന്ന യാതൊരു കാര്യവും യാക്കോബ് അവിടെ പറയുന്നില്ല. Joseph's strength cannot be equated to anybody in the world. അവിടെ പറയുകയാണ്, യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം. ഓ, പ്രൈസ് ദ ലോർഡ്. കംപ്ലീറ്റ്ലി യു ടേൺ ആണ് അവിടെ. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം എന്താണ് അവിടെ കാണിക്കുന്നത്? ശ്രദ്ധിക്കുക. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരു വൃക്ഷം എന്നല്ല അവിടെ പറഞ്ഞത്, ഫലപ്രദമായൊരു വൃക്ഷം എന്ന് പറഞ്ഞാൽ whatever be the season the tree was going through, it was fruitful. Hallelujah. ഏത് സീസണിലൂടെ കടന്നു പോയപ്പോഴും യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷമായിരുന്നു. Hallelujah. How beautiful that is. എത്ര മനോഹരമായ ഒരു ചിത്രമാണ് അവിടെ യാക്കോബ് യോസേഫിനെ കുറിച്ച് പറയുന്നത്, അല്ലേ? നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. ഹി വാസ് പ്രോപ്പർലി നറിഷ്ഡ്. എവിടെ നിൽക്കുന്ന വൃക്ഷമാണ്? നീരുറവിനരികെ. ഈ നീരുറവ് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ഫൗണ്ടൻ അല്ല. ഇത് മനുഷ്യനിർമ്മിതമായ യാതൊരു ശക്തിയുമല്ല. ഈ നീരുറവ് എന്ന് പറയുന്നത് ആരാണെന്ന് അടുത്ത വാക്യത്തിൽ പറയുകയാണ്. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ തഴച്ചു വളരുന്ന ഒരു വൃക്ഷം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെക്കുറിച്ചും പറയേണ്ട സാക്ഷ്യം ഇത് തന്നെയാണ്. നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ നിലനിന്നത് മാനുഷികമായ ഒരു ശക്തി കൊണ്ടല്ല
എന്ന് ധൈര്യത്തോടെ ഇന്ന് രാത്രികാലം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയും സാധിക്കുകയും അതിനുള്ള ധൈര്യമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം. ഫലപ്രദമായൊരു വൃക്ഷം എന്ന് പറയുമ്പോൾ ഫലം കായ്ക്കുവാൻ സാഹചര്യങ്ങളില്ലാത്തതായ ഒരുപാട് പ്രയാസങ്ങളിലൂടെ താൻ കടന്നു പോയപ്പോഴും, hallelujah, even though he went through a lot of phases of his life which was not conducive for him to bear fruit, അവൻ എന്തോ ചെയ്തു? അവൻ ഫലം കായ്ച്ചു കൊണ്ടിരുന്നു. കാരണം അവനെ നട്ടിരിക്കുന്നത് നീരുറവിനരികെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കൊരു നീരുറവുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നീരുറവുണ്ടോ? അതാണ് 2026 നമ്മളോടുള്ള ചോദ്യം. നമുക്കൊരു നീരുറവുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതോ ലോകപ്രകാരമായ കാര്യങ്ങളിലാണോ നമ്മുടെ ആശ്രയമെങ്കിൽ അതെല്ലാം വറ്റിപ്പോകുന്നതായ നീരുറവകളാണ്. എന്നാൽ വറ്റിപ്പോകാത്ത ഒരു നീരുറവ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. അതിൻ്റെ സന്നിധിയിൽ, അതിൻ്റെ സന്നിധാനത്തിൽ, അതിൻ്റേതായ ആശ്രയത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. ജോസഫ് വാസ് എ പ്ലാന്റഡ് ട്രീ ആൻഡ് he was fruitful. അവിടെ കൊണ്ട് നിന്നില്ല. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. 23 വേഴ്സ് നമ്പർ 23 പറയുകയാണ്, വില്ലാളികൾ അവൻ എന്ത് ചെയ്തു? എനിമീസ് അറ്റാക്ട് വിത്ത് ആരോസ് റിഫ്യൂസിങ് ടു ഷോ മേഴ്സി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദയ കാണിക്കാത്ത രീതിയിൽ വില്ലാളികൾ അവനോട് പൊരുതു. 24 വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. എന്നാൽ അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഒരു ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബട്ട് ജോസഫ്, യു സ്റ്റുഡ് യുവർ ഗ്രൗണ്ട്. ജോസഫ്, യു സ്റ്റുഡ് യുവർ ഗ്രൗണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യാതെ നിങ്ങളോട് തന്നെ പറയണം, ലോർഡ്, ഐ വാണ്ട് ടു സ്റ്റാൻഡ് മൈ ഗ്രൗണ്ട്. ഹല്ലേലൂയ. എന്ത് തന്നെ വന്നാലും ഉറച്ച് നിന്ന് ഫലം കായ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന സമർപ്പണം ഇന്ന് രാത്രികാലം നമുക്കുണ്ടെങ്കിൽ. ജോസഫ് സ്റ്റുഡ് യുവർ ഗ്രൗണ്ട്. ജോസഫേ, ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോയപ്പോഴും നീ ഉറച്ചു നിന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഫലപ്രദമായൊരു വൃക്ഷമായി യോസേഫ് മാറിയത് ലോകപ്രകാരമുള്ള കാര്യങ്ങൾ കൊണ്ടല്ല. എന്നിട്ട് യാക്കോബ് പറയുകയാണ്, മോനെ, നീ ഉറപ്പോടെ നിന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്തിൽ തന്നെ. You stood your ground, Joseph, swiftly shooting back with the help of Jacob's God, all-powerful one. His name is the Shepherd, Israel's mighty rock. Your help came from the God your father worshipped, from all God powerful. God will bless you with rain and streams from the earth. He will bless you. നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. എന്താണ് യാക്കോബ് പറഞ്ഞതിൻ്റെ അർത്ഥം? നീ ഉറപ്പോടെ നിന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, ഇസ്രായേലിൻ്റെ ഭുജം, ഇസ്രായേലിൻ്റെ ദൈവമായ എൻ്റെ ദൈവമായ യഹോവയുടെ ഭുജമാണ് നിന്നെ നിർത്തിയത് യോസേഫേ. അതുകൊണ്ട് നിന്റെ അനുഗ്രഹം വളരെ സ്പെഷ്യലാണ്. ജോസഫ്, യു സ്റ്റുഡ് ദ ഗ്രൗണ്ട്, not because of your strength, not because of your wisdom, because of the mighty hand of Israel. Praise the Lord. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു.
യാക്കോബിൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് താൻ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ വരികയാണ്. നമുക്കറിയാം യാക്കോബിൻ്റെ ചരിത്രം. സ്വന്തം ശക്തിയാൽ, ശ്രദ്ധിച്ചേ, സ്വന്തം ശക്തിയാൽ നേടുവാൻ ഇതുപോലെ ഓടിയ ഒരു വ്യക്തി നമുക്ക് കാണത്തില്ല. He tried his level best to become successful. അല്ലേ? എന്തെല്ലാം ചെയ്തു താൻ. തൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരുന്നുണ്ട്. ഉപായത്താൽ തൻ്റെ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം വാങ്ങി ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന യാക്കോബ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, യാക്കോബ് ഓടിപ്പോയപ്പോൾ സൂര്യൻ തൻ്റെ ജീവിതത്തിൽ അസ്തമിച്ചു. സൺ സെറ്റ് ഓൺ ഹിം. ഭയങ്കര കാവ്യാത്മകമായ രീതിയിൽ അവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും വളരെ ആത്മീക അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്യമാണ്. നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നത്, when he ran from the house of Isaac, സൂര്യൻ അവൻ്റെ മേൽ അസ്തമിച്ചു. എന്നാൽ അവൻ തൻ്റെ ജീവിതം പൊരുതി ജയിക്കുവാൻ തീരുമാനിച്ചു. ലാബാന്റെ വീട്ടിൽ നടന്നതെല്ലാം നമുക്കറിയാം. 14 വർഷം ഭാര്യമാർക്ക് വേണ്ടിയും പിന്നീടും താൻ അവിടെയുള്ള സ്വത്തും ഒക്കെ അടിക്കുവാനായിട്ട് ശ്രമിച്ചു. അവിടുത്തെ വാസം കഴിഞ്ഞ ശേഷം താൻ സമ്പത്തും എല്ലാം തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ ലാബാൻ അവനെ പിന്തുടർന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ലാബാൻ അവനെ പിന്തുടർന്നു. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ. ലാബാൻ അവനെ പിന്തുടർന്നു. അന്ന് രാത്രി ലാബാന് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ യാക്കോബിൻ്റെ കാര്യത്തിൽ ഗുണമാകട്ടെ ദോഷമാകട്ടെ പറയരുത്. പ്രൈസ് ദി ലോർഡ്. ലാബാൻ പേടിച്ചു പോയി. അവനെക്കുറിച്ച് എനിക്കൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെ പിന്തുടരുന്ന ഒരു നീരുറവയുണ്ട്. 2026 നമ്മെ പിന്തുടരുന്ന ഒരു നീരുറവയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ ചോദ്യം, ആ നീരുറവയിലാണോ നമ്മുടെ ആശ്രയം? എങ്കിൽ യോസേഫിനെ പോലെ we will be fruitful in all seasons. യാബോക്ക് കടവിങ്കലെത്തിയപ്പോൾ അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്. തനിക്കുള്ളതിനെല്ലാം താൻ അക്കരെ കടത്തി. തനിക്കുള്ളതിനെല്ലാം താൻ അക്കരെ കടത്തി. ആ പദം വളരെ പ്രാധാന്യമറിയിക്കുന്നതായ പദമാണ്. തനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ തൻ്റെ കഴിവുകൊണ്ട് താൻ നേടിയതെല്ലാം. ഹി വാസ് അറ്റ് ദി ടോപ്പ് ഓഫ് ഹിസ് കരിയർ. ബട്ട് ഗോഡ് ആസ്ക്ഡ് ഹിം ടു ലീവ് എവരിതിങ്. താൻ ശൂന്യമായി നിൽക്കുകയാണ്. ഒരു സീറോ ആയി നിൽക്കുകയാണ്. ഏശാവിനെ പേടിച്ച് തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, when he was alone with God, one on one with God, അവൻ അന്ന് രാത്രി ഒരു മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുകയാണ്. യാക്കോബിന്റെ മനസ്സിലേക്ക് ആ ഫ്ലാഷ് ബാക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. യാബോക്കിന്റെ കടവിങ്കൽ വെച്ച് നീ എന്നെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ലോർഡ്, യു മെറ്റ് മീ. ഇസ്രായേലിന്റെ നീരുറവ, പിതാവായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടിയ, he had a personal encounter with God. എന്നിട്ട് ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ പേര് മാറ്റുന്ന ദിവസമാണ്. God didn't change his name when he was at the top of his career. God didn't change his name when
He had everything in this world. God changed his name when he was all alone, emptied himself, and when he started trusting the rock of Abraham and Isaac. Praise the Lord. അന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ വായിക്കണം. അവൻ പെനിയേലിൽ നിന്ന് കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. Praise the Lord. Sun had risen on him. ഒരിക്കൽ അവൻ്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് സൂര്യൻ അവൻ്റെ മേൽ ഉദിച്ചു. അവൻ പെനിയേൽ കടന്നപ്പോൾ sun rose on him. Hallelujah. യോസഫേ, എന്നെ സഹായിച്ച ദൈവം നിന്നെയും സഹായിച്ചു. You stood the ground. You stood your ground, Joseph. പിന്നീട് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് മുന്നോട്ട് വരുമ്പോൾ 22 വർഷം ദൈവം യാക്കോബിൻ്റെ ജീവിതത്തിൽ നിശബ്ദനായിരുന്നു. എത്ര വർഷം? 22ഓളം വർഷം. ഈ സഹോദരന്മാർ ഒരു പ്രാവശ്യം പോലും യാക്കോബിനോട് പറഞ്ഞില്ല, അപ്പാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന്. എത്ര ക്രൂരമായ ഒരു നടപടിയാണത്. എല്ലാ ദിവസവും അപ്പൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യോസേഫ് മരിച്ചു. സഹോദരന്മാർ മിണ്ടിയില്ല, ദൈവം മിണ്ടിയില്ല. But Jacob understood God was with him. 22 വർഷം കഴിഞ്ഞപ്പോൾ മറുഭാഗത്ത് ദൈവം ചിലത് ചെയ്തുകൊണ്ടിരുന്നു. The other side of the promise. വാഗ്ദത്തത്തിൻ്റെ മറുഭാഗം ശ്രദ്ധിച്ചേ. വാഗ്ദത്തത്തിൻ്റെ മറുഭാഗം നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും ദൈവം യോസേഫിനോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. 37 അധ്യായത്തിൽ തുടങ്ങുന്ന തൻ്റെ ചരിത്രം സ്വപ്നം കണ്ടു എന്നുള്ളതായ ഒരൊറ്റ കാരണത്താൽ അവനെ സഹോദരന്മാർ വിറ്റുകളഞ്ഞു. എന്താണ് അവൻ തന്നെ ചെയ്ത തെറ്റ്? അപ്പൻ പറഞ്ഞതനുസരിച്ച് തൻ്റെ സഹോദരന്മാർക്ക് ഭക്ഷണം നൽകുവാൻ പോയ ജോസഫിൻ്റെ കഥ അവിടെ തുടങ്ങുകയാണ്. 13 അധ്യായങ്ങളിലൂടെ 12 അധ്യായം 38 അധ്യായം മറ്റൊരു കാര്യമാണ് വിവക്ഷിക്കുന്നത്. 12ഓളം അധ്യായങ്ങൾ യോസേഫിൻ്റെ ചരിത്രം വിവരിച്ചു പോകുകയാണ്. നിങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരികയാണ്. 37 അധ്യായം മുതൽ 50 അധ്യായം വരെ നിങ്ങൾ വായിക്കുമ്പോൾ യോസേഫിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആവർത്തിക്കപ്പെടുന്ന ഒരു പദമുണ്ട്, ദൈവം. ആവർത്തിക്കപ്പെടുന്ന ഒരു പദമുണ്ട്, ദൈവം, ദൈവം, ദൈവം. ഓ, പ്രൈസ് ദി ലോർഡ്. ഞാൻ സമയക്കുറവുമ്പോൾ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 39 അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. So Joseph lived in the home of Potiphar, his Egyptian owner. Soon Potiphar realized that the Lord was helping Joseph to be successful in whatever he did. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ പൊത്തിഫേറിന് മനസ്സിലായി ആരവനോട് കൂടെയുണ്ട്? ദൈവം അവനോടുകൂടെയുണ്ടെന്ന്. ഓ, പ്രൈസ് ദി ലോർഡ്. God was constant in Joseph's life. പലപ്പോഴും ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അവന് ലഭിച്ച ഉയർച്ചയാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. It is not a journey of promotion, it is a journey of sustenance. Hallelujah. It is not a journey of promotion, it is a journey of trust. ഇത് ഒരു ഉയർച്ചയിലേക്കുള്ള യാത്രയുടെ പ്രതിപാദന വിഷയമല്ല. ഇത് ഉറപ്പോടെ നിന്ന ദൈവത്തെ ആശ്രയിച്ച യോസേഫിൻ്റെ കഥയാണ് ഈ ജേണിയിലെ
ഈ യാത്രയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പൊട്ടക്കുഴിയിൽ നിന്ന് മന്ത്രിയായ ജോസഫിനെ നമ്മൾ വിവരിച്ചു കാണിക്കുമ്പോൾ ഈ കഥയുടെ മൂല്യമെന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു സംഭവമാണ്. പൊട്ടക്കുഴി മുതൽ കൊട്ടാരം വരെ ദൈവത്തെ വിടാതെ പിടിച്ചു നിന്ന ഒരു ഭക്തന്റെ കഥയാണ്. ദ ജേർണി ഓഫ് എ സെയിന്റ് ഓഫ് ഗോഡ് ഹു നെവർ ലെഫ്റ്റ് ഗോഡ്. ജോസഫ്, യു സ്റ്റുഡ് യുവർ ഗ്രൗണ്ട്. യോസഫേ, നീ ഉറച്ചു നിന്നു. എവിടെ ഉറച്ചു നിന്നു? പോത്തിഫറിന്റെ വീട്ടിൽ ഉറച്ചു നിന്നു. Because of Joseph, the Lord began to bless Potiphar's family. 5-ാം വാക്യം. Praise the Lord. അനുഗ്രഹത്തിന്റെ പാതയിൽ അവൻ ഫലപ്രദനായിരുന്നു. പിന്നീട് വരുന്നത്, തന്നെ പരീക്ഷിക്കുവാൻ പൊത്തിഫറിന്റെ ഭാര്യ വരികയാണ്. നമുക്കറിയാവുന്ന ഭാഗമാണ്. അവിടെയും യോസേഫ് പറയുന്ന ഒരു കാര്യം, 9-ാം വാക്യം. No one in my master's house is more important than I am. The only thing he has not given me is you, and that's because you are his wife. നിന്നെ അല്ലാതെ ആരെയും എനിക്കിവിടെ വിലക്കിയിട്ടില്ല. അതുകൊണ്ട് I won't sin against God. Praise the Lord. യോസേഫേ, അവിടെ ദൈവത്തെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? നിന്നെ കാണുന്ന ആരും അവിടെ ഇല്ലല്ലോ. യോസേഫേ, നിന്റെ സാക്ഷ്യത്തിനു വേണ്ടിയോ നിന്റെ പേരിനു വേണ്ടിയോ അല്ല നീ പാപം ചെയ്യാതിരുന്നത്. ഗോഡ്. കാരണം പിന്നീട് യോസേഫ് മന്ത്രിയായപ്പോൾ ആദ്യം യോസേഫ് ചെയ്യേണ്ടത് എന്താണ്? പൊത്തിഫറിന്റെ ഭാര്യയെ വിളിച്ച് ജയിലിലിടണം. അല്ലേ? ഞാനായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു. The first thing I would have done is to take revenge against Potiphar's wife. അല്ലേ? യോസേഫിന് എല്ലാ അധികാരമുണ്ട്. യോസേഫ് ഫറവോനോട് ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. 17 വർഷങ്ങൾക്ക് മുൻപ്, 13 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 11 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ മോശമാക്കി ചിത്രീകരിച്ച ഒരു സ്ത്രീ ഇവിടെ ഉണ്ട്, അവളെ ശിക്ഷിക്കണം. No, Joseph didn't do that. Because ജോസഫ് പാപം ചെയ്യാതിരുന്നത് തൻ്റെ പേര് കാത്തു സൂക്ഷിക്കുവാനല്ല. യോസേഫ് പാപം ചെയ്യാതിരുന്നത് ദൈവത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്. ജോസഫ് didn't sin not because he wanted to keep his name intact. He didn't do sin because he didn't want to sin against God. Oh, praise the Lord. യാക്കോബിന്റെ ഭുജബലത്താൽ നീ ഉറച്ചു നിന്നു. യാക്കോബേ, നിന്നെ പരീക്ഷിച്ചപ്പോൾ ആരും കാണാതെ പാപം ചെയ്യാനുള്ള അവസരം നിനക്ക് ലഭിച്ചപ്പോൾ you stood your ground. ജോസഫ്, നീ ഉറച്ചു നിന്നു. ആരുടെ ബലത്താൽ? യാക്കോബിന്റെ വല്ലഭന്റെ ഭുജബലത്താൽ നീ ഉറച്ചു നിന്നു. യോസഫേ, നീ ഒരു ഫലപ്രദമായ ഒരു വൃക്ഷം. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് പോട്ടെ. അവനെ പിടിച്ച് ജയിലിലിട്ടു. നിങ്ങൾ വീട്ടിൽ പോയി ഇത് വായിക്കണം. 37-ാം അധ്യായം മുതൽ 50 വരെ ഒറ്റ സിറ്റിങ്ങിൽ നിങ്ങൾ വായിക്കണം. ബ്യൂട്ടിഫുൾ സ്റ്റോറി ഫ്രം ദ കോണ്ടെക്സ്റ്റ് ഓഫ് വാട്ട് വി ഹേർഡ്. നിങ്ങൾ വായിക്കണം. അവനെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിലിട്ടപ്പോൾ സാഹചര്യം മാറി. താൻ ഇന്ന് രാത്രി കിടക്കുന്ന അവസരങ്ങൾ മാറി. പക്ഷേ ദൈവം മാറിയില്ല. 21-ാമത്തെ വാക്യം. The Lord helped him and was good to him. Where? Not in a 5-star hotel. God was with him in the prison. Praise the Lord. ഒരു വേർഷനിൽ എഴുതിയിരിക്കുന്നത് he was prosperous in prison. ഹലോ, അവൻ ജയിലിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നു.
നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു വാചകമാണോ അത്? ഐ വാസ് നോട്ട് ഏബിൾ ടു കോംപ്രിഹെൻഡ് ദറ്റ് സ്റ്റേറ്റ്മെന്റ്. ഹൗ ക്യാൻ സംബഡി ബി പ്രോസ്പെറസ് ഇൻ പ്രിസൺ? ലോകപ്രകാരം അതിനെ ഒരു രീതിയിലും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. Praise the Lord. But Joseph was prosperous because you stood your ground. യാക്കോബിന്റെ ഭുജബലം, നിന്നെ പിന്തുടരുന്ന നീരുറവ ആ ജയിലിലും ഉണ്ടായിരുന്നു. Praise the Lord. Hallelujah. He didn't trust anybody. He trusted God. 23ാമത്തെ വാക്യം, the jailer did not worry about anything because the Lord was with Joseph and made him successful in all that he did. ജയിലർ അവനെക്കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. കാരണം ജയിലറിനും മനസ്സിലായി ഈ വ്യക്തിയുടെ കൂടെ ഒരു ദൈവമുണ്ട്. Praise God. No wonder when it came to the turn of blessing of Joseph, Jacob had a unique statement. മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞതുപോലെ യാക്കോബ് പറഞ്ഞില്ല. യാക്കോബ് യോസേഫിനെ കുറിച്ച് പറയുകയാണ്, നീ ഫലപ്രദമായൊരു വൃക്ഷം. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. ജയിലിൽ വെച്ച് രണ്ടുപേരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു. രണ്ടും നടന്നു. പാനപാത്രവാഹകൻ അവന് കൊടുത്തൊരു ഉറപ്പുണ്ട്, ആരും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പക്ഷെ എന്തോ സംഭവിച്ചു? മറന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, യോസേഫിനെ പാനപാത്രവാഹകൻ മറന്നു. അപ്പോഴും ജോസഫ്, യു സ്റ്റുഡ് യുവർ ഗ്രൗണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചേ. കർത്താവേ, ഞാൻ ഒരു സ്വപ്നം മുഖാന്തരമാണ് ഇവിടെ ആയിരിക്കുന്നത്, അല്ലേ? ഞാൻ വ്യാഖ്യാനിച്ച 2 സ്വപ്നങ്ങൾ അതുപോലെ നടന്നു. എന്നാൽ എൻ്റെ സ്വപ്നം ഇപ്പോഴും നടന്നിട്ടില്ല. അപ്പോഴും അവനെ പിന്തുടരുന്ന നീരുറവയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The constant presence of God made him unique. Joseph, you stood your ground. ജോസഫേ, നീ ഉറച്ചു നിന്നു. Praise the Lord. നാൽപ്പതാമത്തെ അധ്യായത്തിൽ താൻ സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോഴും താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 8ാമത്തെ വാക്യം, Doesn't God know the meaning of the dreams? ദൈവത്തിന് സ്വപ്ന വ്യാഖ്യാനമുള്ളതാണല്ലോ, യോസേഫിനല്ല. You stewarded the gift what God has given you faithfully, Joseph. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന, ശ്രദ്ധിച്ചേ, നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച താലന്ത് കാരാഗ്രഹത്തിലും നീ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്തു. Praise the Lord. കാരാഗ്രഹത്തിലും അതിന് ഒരു വ്യത്യാസം വരുത്തിയില്ല. കാരാഗ്രഹത്തിൽ എൻ്റെ പേരൊന്ന് വലുതാകട്ടെ എന്ന് ചിന്തിക്കുവാൻ യോസേഫ് ശ്രമിച്ചില്ല. സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളത്. ലെറ്റ് മീ ഫാസ്റ്റ് ഫോർവേഡ് 41. 41ാം അധ്യായം എത്തിയപ്പോൾ ദൈവം രാജാവിന് സ്വപ്നം കൊടുത്തു. രാജാവിനോട് യോസേഫ് പറയുകയാണ്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലോ. നിങ്ങൾ 41ാം അധ്യായം പിന്നീട് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളത്. അതിന് 39ാമത്തെ വാക്യത്തിൽ 38-39. So the king said to them, who could possibly handle this better than Joseph? After all, the spirit of God is with him. Potiphar recognized ചെയ്തു, Joseph was planted on the side of stream. നീരുറവ അരികെ ദൈവത്താൽ നയിക്കപ്പെടുന്നത് പൊത്തിഫർ മനസ്സിലാക്കി, ജയിലർ മനസ്സിലാക്കി, തന്നോടുകൂടെ തടവിൽ കടന്നവർ മനസ്സിലാക്കി. ഇപ്പോൾ ഇതാ ഫറവോൻ മനസ്സിലാക്കുകയാണ്. Praise the Lord. The king told Joseph, God is the one who has shown you these things.
ഇപ്പോൾ ഫറവോനാണ് പറയുന്നത്, യോസഫേ, നിന്റെ കഴിവുകൊണ്ടൊന്നുമല്ല നീ ചെയ്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, നിന്റെ കൂടെ ഒരു ദൈവമുണ്ട് എന്ന് ആരായി പറയുന്നത്? ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഫറവോൻ പറയുകയാണ് വളരെ ഉറപ്പോടെ. നമ്മെക്കുറിച്ച് ആളുകൾ അങ്ങനെ പറയുമോ? ദാറ്റ് ഈസ് എ ടെസ്റ്റിമണി. അതാണ് ഈ ചരിത്രത്തിന്റെ കഥ, അതാണ് ഈ ചരിത്രത്തിന്റെ ഹൈലൈറ്റ്, വേറൊന്നുമല്ല. ഫറവോൻ പറയുകയാണ്, ഇത് നിന്റെ കഴിവുകൊണ്ട് ചെയ്തതല്ല യോസഫേ, ഇത് ദൈവം ചെയ്യിപ്പിച്ചതാണ്. നോ വണ്ടർ വെൻ ജേക്കബ് ബ്ലെസ്ഡ് ഹിം. ജേക്കബ് അവനെ കുറിച്ച് പറഞ്ഞു, യോസഫേ, നീ ഉറച്ചു നിന്നു. ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാൻ 5 നിമിഷങ്ങൾ കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. സമയം മുന്നിലില്ലാത്തതുകൊണ്ട്. തനിക്ക് മക്കൾ ജനിച്ചപ്പോഴും യോസഫ് ദൈവത്തെ വിട്ടില്ല. യോസഫ് പറയുകയാണ്, God has let me forget all my troubles. And he named Manasseh and Ephraim. Praise the Lord. 42-ാം വാക്യത്തിൽ തൻ്റെ സഹോദരന്മാരെ പരീക്ഷിക്കുവാൻ അവസരം വന്നപ്പോഴും അവൻ പറയുന്നത്, 17-ാം വാക്യം, സിൻസ് ഐ റെസ്പെക്ട് ഗോഡ്. ഞാൻ മുന്നോട്ട് പോവുകയാണ്. 44-ാം അധ്യായം, 45-ാം അധ്യായം, 15-ാമത്തെ വാക്യത്തിൽ, ഡോണ്ട് വറി ഓർ ബ്ലെയിം യുവർ സെൽഫ്. സഹോദരന്മാർ വന്ന് അവനോട് ക്ഷമ പറയാൻ വന്നപ്പോൾ യോസേഫ് പറയുകയാണ്, ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. God is the one who sent me ahead of you to save lives. ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. യോസഫേ, നീ ഉന്നതിയുടെ പരമോന്നതിയിൽ നിന്നപ്പോൾ, when you reached the top of the position in Egypt, you stood your ground. അപ്പോഴും നിന്നെ പിന്തുടരുന്ന ഒരു നീരുറവ ഉണ്ടായിരുന്നു. ആ സമയത്തും നീ ദൈവത്തെ മറന്നില്ല. Praise the Lord. 17-ാം വാക്യത്തിൽ, God sent me on ahead of you to keep your families alive. Hallelujah. 19-ാം വാക്യത്തിൽ പറയുകയാണ്, ഇനി തിരിച്ചു ചെന്ന് എൻ്റെ അപ്പനോട് പറയണം, hurry back and tell my father, that is Joseph says, God has made me the ruler of Egypt. എൻ്റെ അപ്പനായ യാക്കോവിനോട് പറയണം, എൻ്റെ കഴിവിനാൽ ഞാൻ ഇവിടുത്തെ മന്ത്രിയായി എന്നല്ല, ദൈവം എന്നെ മന്ത്രിയാക്കിയെന്ന് നീ യാക്കോബിനോട് ചെന്ന് പറയണം. ജോസഫ്, യു സ്റ്റുഡ് യുവർ ഗ്രൗണ്ട്. നീ ഉറച്ചു നിന്നു യോസഫേ, നീ ഫലപ്രദമായൊരു വൃക്ഷം. ഞാൻ മുന്നോട്ട് പോവുകയാണ്. 42-ാം വാക്യത്തിൽ, 42-ാം അധ്യായത്തിൽ യാക്കോബിന് ദൈവം പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 15-ാം വാക്യത്തിൽ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് യാക്കോബ്, മൈ ഗ്രാൻഡ് ഫാദർ അബ്രഹാം ആൻഡ് മൈ ഫാദർ ഐസക് വർഷിപ്പ് ദി ലോർഡ് ഗോഡ്. ഹി ഹാസ് ബീൻ വിത്ത് ഓൾ മൈ ലൈഫ്. I ask God to give them many children and many descendants as well. And Jacob told, 20-ാമത്തെ വാക്യം, that in the future the people of Israel would ask God's blessing. I pray for God to bless you as much as he blessed Ephraim and Manasseh. 21-ാമത്തെ വാക്യം, after that Jacob said, യാക്കോബ് പറയുകയാണ്, യോസഫേ, I won't live much longer. ഞാൻ ഇനി അധികാലം ജീവിക്കുകയില്ല. പക്ഷെ ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം, but God will be with you. ഇതുവരെയും നിന്നോടുകൂടെ ഇരുന്ന ദൈവം ഇനിയും നിന്നോടുകൂടെ ഇരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 50-ാം അധ്യായത്തിലെ ക്ലൈമാക്സ്, 50th chapter, 16-ാമത്തെ വാക്യം, ജോസഫിനോട് തന്റെ സഹോദരന്മാർ വന്ന് പറയുകയാണ്, ബിഫോർ യുവർ ഫാദർ, അവർ ഫാദർ ഡൈഡ്, ഹി ടോൾഡ് us you did some cruel and terrible things to Joseph, but you must ask him to forgive you. Now we ask you to please forgive me, forgive us. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്,
After all, we serve the same God that your father worshipped. ഹലോ സഹോദരന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ബോധ്യം വന്നല്ലോ, യാക്കോബ് സേവിച്ച ദൈവത്തെ, യോസേഫ് സേവിച്ച ദൈവത്തെയാണ് ഞങ്ങളും സേവിക്കുന്നതെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ക്രൂരരായ തൻ്റെ സഹോദരന്മാരെ എത്തിച്ച യോസേഫിൻ്റെ അനുഭവ സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോസഫ്, യു സ്റ്റുഡ് യുവർ ഗ്രൗണ്ട്. യോസഫേ, നീ ഉറച്ചു നിന്നു. അതിന് ജോസഫിൻ്റെ മറുപടി, ബട്ട് ജോസഫ് ടോൾഡ് ദം, 19ാമത്തെ വാക്യം, ഡോണ്ട് ബി അഫ്രൈഡ്. I have no right to change what God has decided. You tried to harm me. നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പാര വെച്ചു, അതെനിക്കറിയാം. But God made it turn out of the best. എന്നാൽ ദൈവമോ അതിനെ നന്മയ്ക്കാക്കി തീർത്തു. എന്നാൽ ദൈവമോ അതിനെ നന്മയ്ക്കായി തീർത്തു. Praise the Lord. 24ാമത്തെ വാക്യം, യോസേഫ് മരിക്കുന്നതിന് മുൻപ് തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ്, I won't live much longer, but God will take care of you and lead you out of Egypt to the land he promised Abraham, Isaac and Jacob. See, the third name also got added there. Not only Abraham, not only Isaac, but my father Jacob also. Now promise me that you will take my body with you when God leads you to that land. നിങ്ങൾ ഈ ദേശത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ അസ്ഥി എടുത്തു കൊണ്ടുപോകണം. ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. എത്രയോ ദൂരക്കാഴ്ചയോടുകൂടി യോസേഫ് മരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്ന ഈജിപ്തിൽ നിന്നുള്ള ഒരു ജൈത്രയാത്രയെ മുന്നിൽ കണ്ടുകൊണ്ട് യോസേഫ് കണ്ണുകൾ അടച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഈ ദൈവം വിശ്വസ്തനാണ്. ഇന്നലെയും ഇന്നും എന്നെ നടത്തിയ ദൈവം ഇനി നൂറ്റാണ്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ഫറവോൻ നിങ്ങളെ ആക്രമിക്കുമ്പോൾ, നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾ 10 ബാധയുടെ അവസ്ഥയിലൂടെ തിരിച്ചു കടന്നു പോകേണ്ടി വരുമ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അന്ന് എൻ്റെ ഈ സാക്ഷ്യത്തിൻ്റെ അടയാളമായി നിങ്ങൾ അസ്ഥികൾ എടുത്തു കൊണ്ടുപോയി എൻ്റെ പിതാവിൻ്റെ ദേശത്ത് നിങ്ങൾ എന്നെ അടക്കണം. ഹല്ലേലൂയ. ജോസഫ്, യു സ്റ്റുഡ് യുവർ ഗ്രൗണ്ട് ആൻഡ് ഗാഡ് വിൽ ബ്ലസ് യു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ 2026 നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടെ ഗിഫ്റ്റിലൊന്നുമല്ല. നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടെ സമ്പത്തിലല്ല. നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടേതായ കഴിവിലല്ല. ഇസ്രായേലിൻ്റെ ഭുജം, യാക്കോബിൻ്റെ വല്ലഭൻ്റെ, ആ വല്ലഭനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം, ഉറച്ചു നിൽക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.